ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മൾ ഈ കാണുന്ന 8 STS ക്രെയിനുകളുടെയും ബൂം പൂർണ്ണമായും ഉയർത്തിവെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം വളരെ ദൂരെയായിട്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ MSCയുടെ തന്നെ ക്ലോഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കുന്നതായിരിക്കും. കപ്പൽ പോർട്ടിന് പുറത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളൊന്നായ ക്ലോഡ് ജിറാഡറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കിടക്കുന്നത്. ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ പറയുന്ന ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇത്രയും ദൂരം ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് അടുത്ത് നിന്ന് കണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഷിപ്പ് നമ്മുടെ മുന്നിൽ കൂടെ തന്നെയായിരിക്കും പാസ് ചെയ്യുന്നത്. ഏതാണ്ട് 399 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നാണ് MSC ക്ലോഡ് ജിറാഡറ്റ്. അത് മാത്രമല്ല, സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഇതുവരെ ഇത്രയും വലിയൊരു ഷിപ്പ് ബർത്ത് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്രയും വലിയൊരു ഷിപ്പ് സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ബർത്ത് ചെയ്തിട്ടില്ല. അത്രയും വലിയ കപ്പലാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നോർക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് 2 ടക്കുകളെ കാണാൻ സാധിക്കും, ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35. കാരണം നിലവിൽ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഷിപ്പിനെ നിയന്ത്രിക്കുന്നത് പോർട്ടിലെ പൈലറ്റാണ്. ഡോൾഫിൻ 35 എന്ന് പറയുന്ന ടക്ക് ബോട്ടിലാണ്. നേരത്തെ തന്നെ ഈ പറയുന്ന ടക്ക് ബോട്ട് ഷിപ്പിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള 2 ടക്ക് ബോട്ടുകൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അങ്ങനെ 4 ടക്ക് ബോട്ടുണ്ട്. ഡോൾഫിൻ 28, 27 ആൻഡ് ഡോൾഫിൻ 35 ആൻഡ് ഓഷ്യൻ പ്രസ്റ്റീജ്. ഇങ്ങനെ 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെ ചരിത്ര മുഹൂർത്തത്തിലേക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം പോകുന്നതിന്റെ ഭാഗമായിട്ട് MSCയുടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ MSC ക്ലോഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉടൻ തന്നെ ഷിപ്പ് തിരിഞ്ഞ് നമ്മളുടെ മുന്നിലൂടെ കടന്നുവരും. നമുക്ക് ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഒരു പോർട്ടിലും ബർത്ത് ചെയ്തിട്ടില്ലാത്ത ഏറ്റവും വലിയ ഷിപ്പാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. നമുക്കുടൻ തന്നെ നമ്മൾ ഈ കാണുന്ന ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്ന കാഴ്ച ഉടൻ തന്നെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അവസാനമായി നമ്മുടെ ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ടക്കും ഇതാ നമ്മളുടെ പോകുന്നു. അപ്പോൾ നിലവിൽ 4 ടക്ക് ബോട്ടുകളായി. അങ്ങനെ ഓഷ്യൻ പ്രസ്റ്റീജ്, ഡോൾഫിൻ 27, ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35 അങ്ങനെ 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ ഈ കപ്പൽ ആഴിമല ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. ഞാൻ ഇനി ഒരു ചെറിയൊരു ആളെ കൂടി കാണിക്കാൻ. വളരെ ചെറിയൊരു വള്ളം നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഹാർബറിലെ വള്ളമാണ്. അതായത് നമ്മുടെ ഈ കപ്പലുകൾ ധാരാളമായി വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഫിഷ് ചെയ്യുന്ന ഫിഷർമാൻമാർ നമ്മുടെ ഈ പറയുന്ന കപ്പൽ ചാലിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കാൻ ഒരു അലർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ചെറിയ വള്ളങ്ങൾ ഇവിടെ ഉള്ളത്. ഓരോ പ്രാവശ്യം ഹാർബറിൽ നിന്നും ഓരോ വള്ളക്കാരെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ വള്ളക്കാർ. ഓരോ കപ്പൽ വരുമ്പോഴും അവരിവിടെ നിൽക്കുന്നത്. അതുകൂടി ഞാൻ എടുത്തു പറയുന്നു. ഇതിനു മുന്നേ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിലവിൽ ഈ പറയുന്ന ചെറിയ വള്ളങ്ങൾ ഉള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത്. അവരും നമ്മുടെ ഈ കപ്പൽ വരുന്നതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരള നാട്ടിലെ മണ്ണിലേക്ക് അതാ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന കപ്പലാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട കപ്പലിലൊന്നായ MSC ക്ലൗഡ് ജിറാഡറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ മുന്നിൽ കൂടെ തന്നെയായിരിക്കും ഈ പടുകൂറ്റൻ ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു പോകുന്നത്. ആ ഒരു മനോഹര ദൃശ്യം നമുക്ക് ഇവിടെ നിന്നാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. വളരെ സാവധാനത്തിലാണ് കപ്പൽ ചാലിലൂടെ കപ്പൽ നീങ്ങുന്നത്. കപ്പലിന്റെ ഓവറോൾ ലെന്ത് ആവട്ടെ 399 മീറ്ററും ബർത്ത് 61.5 മീറ്ററും ഡെപ്ത് ആവട്ടെ 23 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 18 മീറ്ററും ഇപ്പോൾ നിലവിലുള്ള ഡ്രാഫ്റ്റ് 16.5 മീറ്ററും 24,116
TEU കണ്ടെയ്നർ കപ്പാസിറ്റി ശേഷിക്കാൻ വഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട കപ്പലിലൊന്നാണ് നമ്മുടെ ഈ ക്ലൗഡ് ജെറാറഡ്. ഏതാണ്ട് ലോകത്തിലെ 3ഓ 4ഓ സ്ഥാനം നിൽക്കുന്ന കപ്പലുകളൊന്നാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSCയുടെ ഓണ സമ്മാനമായിട്ട് നമുക്ക് നൽകുന്ന കപ്പലാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ആയിരുന്നേക്ക് 24,346 TEU കണ്ടെയ്നർ ശേഷി ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൂടുന്ന ഈ കപ്പലാവട്ടെ 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റി. സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഒരു പോർട്ടിലും ബർത്ത് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബർത്ത് ചെയ്തിട്ടില്ലാത്ത കപ്പലാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന കപ്പൽ. ഇതാ MSC എന്നുള്ള ബാഡ്ജിങ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കപ്പലാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. ആ ഒരു മനോഹര ദൃശ്യത്തിലേക്ക് പോകാം. നമ്മുടെ മുന്നിലൂടെ കപ്പൽ നീങ്ങുന്നത്. ഈ കപ്പൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്ന ആദ്യ കപ്പലായ സാൻ ബെർണാണ്ടോയെ നമുക്ക് ഓർമ്മ വരുന്നു. ആദ്യമായി വരുന്ന കപ്പൽ സാൻ ബെർണാണ്ടോ, രണ്ടാമത് വന്ന കപ്പൽ മരിയൻ അസൂർ, മൂന്നാമത് കപ്പലാവട്ടെ നാവി സ്റ്റംബോ, നാലാമത് വന്ന കപ്പൽ MSC ഡൈല, അഞ്ചാമത് കപ്പലാവട്ടെ MSC അഡൂഫൈ, ആറാമത് വന്ന കപ്പലാവട്ടെ MSC ഓറിയോൺ, ഏഴാമത് വന്ന കപ്പലാവട്ടെ നമുക്ക് മുന്നിൽ പോയ MSC ഖൈല, എട്ടാമത് വന്ന കപ്പലാവട്ടെ MSC ഈ പറയുന്ന സൂപ്പേ 7, ഒൻപതാമത് വന്ന കപ്പൽ അല്ലെങ്കിൽ ഒൻപതാമത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു വരുന്ന കപ്പലാണ് നമ്മുടെ MSC ഈ പറയുന്ന ക്ലൗഡ് ജെറാറഡ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു വരുന്നു. ഏതാണ്ട് 399 മീറ്റർ നീളമുള്ള കപ്പലാണ് നമ്മുടെ മുന്നിലൂടെ വരുന്നത്. ലോകത്തിലെ എണ്ണപ്പെട്ട കപ്പലുകളിലൊന്ന് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. ഇതൊരു ചരിത്ര നിമിഷം, ചരിത്ര മുഹൂർത്തം തന്നെയാണ് നമ്മുടെ മുന്നിലൂടെ കടക്കാൻ പോകുന്നത്. കപ്പൽ കൊണ്ടുവരുന്നതിന് പോർട്ടിന്റെ പുറത്തു നിന്നും, അതായത് പോർട്ടിനകത്തു നിന്നും നമ്മുടെ പോർട്ടിലെ പൈലറ്റാണ് ഇപ്പോൾ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കപ്പൽ ചാലിലൂടെ ഒഴുകി നീങ്ങി തിരമാലയെ കീറി മുറിച്ച് മുന്നേറുന്ന നമ്മുടെ MSC ക്ലൗഡ് ജെറാറഡ് എന്ന് പറയുന്ന കപ്പൽ വളരെ സാവധാനം പോർട്ടിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ കപ്പലിനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന വിധത്തിലാണുള്ളത്. 4 ടക്ക് ബോട്ടായ ഡോൾഫിൻ 27, ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35, ഓഷ്യൻ പ്രസ്റ്റീജ്, ഇങ്ങനെ 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് കപ്പൽ വരുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കപ്പൽ കാണാൻ സാധിക്കും. കപ്പൽ ഇപ്പോൾ ഏതാണ്ട് ഫുള്ള് തന്നെയാണ്. 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ. MSC ഖൈലിക്കും 16.5 മീറ്റർ ആണെങ്കിലും കണ്ടെയ്നർ കപ്പാസിറ്റി ഏതാണ്ട് 15,267 TEU ആയിരുന്നു. പക്ഷേ ഈ കപ്പലാവട്ടെ ഏതാണ്ട് 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ക്ലൗഡ് ജെറാറഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് കപ്പൽ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇതൊരു ചരിത്ര നിമിഷം തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുള്ളൊന്നായ MSCയുടെ കപ്പൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നൊരു കാഴ്ച. കപ്പൽ ബിൽഡ് ചെയ്താവട്ടെ 11/9/2023 ബിൽഡ് ചെയ്ത കപ്പലാണ് നമ്മുടെ ഈ ക്ലൗഡ് ജെറാറഡ്. വളരെ സാവധാനമാണ് പോർട്ടിലേക്ക് നീങ്ങുന്നത്. അവസാനമായി കയറിയ സിംഗപ്പൂരിലെ താൻചങ് പലാപ്പസ് എന്ന് പറയുന്ന പോർട്ടിലാണ് നമ്മുടെ ക്ലൗഡ് ജെറാറഡ് അവസാനമായി കയറിയത്. അതിനുശേഷം നേരെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്ന പോർട്ടാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടായ പോർട്ട് ഓഫ് സിൻസിലേക്കാണ് നമ്മുടെ ഈ പറയുന്ന ക്ലൗഡ് ജെറാറഡ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം പോകുന്നത്. അതും ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടാണ് പോർട്ട് ഓഫ് സിൻസ്. പോർച്ചുഗലിലെ പോർട്ടാണ് പോർട്ട് ഓഫ് സിൻസ്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നു പോകുന്ന കപ്പലുകളെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പലുകളാണ് വരുന്നത്. വളരെ സാവധാനം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്ന ക്ലൗഡ് ജെറാറഡിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് നമുക്ക് മുന്നിൽ സമ്മാനിക്കുന്നത്. ആദ്യമായി വലിയ സീരീസിലെ കപ്പലുകളിൽപ്പെട്ട MSC ഡൈല, MSC ഓറിയോൺ, MSC ഖൈലി എന്ന് പറയുന്ന MSC സീരീസിൽപ്പെട്ട വലിയ കപ്പലുകൾ വന്നതോടെയാണ് അതിനുശേഷം വരുന്ന വിഴിഞ്ഞത്തിന്റെ ചരിത്ര മുഹൂർത്തം തിരുത്തി കുറിക്കാൻ പറ്റുന്ന കപ്പലാണ് MSC ക്ലൗഡ് ജെറാറഡ്. നമുക്ക് പേര് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഷിപ്പിനെ ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ് ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ച. തിരമാലകൾ വളരെ ശക്തി കുറഞ്ഞു തന്നെയാണ് പോകുന്നത്.
ആ തിരമാലയെ കീറി മുറിച്ച് മുന്നേറുന്ന MSC ക്ലൗഡ് ജെറാഡിൽ നമുക്ക് കാണാൻ സാധിക്കും. വിഴിഞ്ഞത്തെ സ്നേഹിക്കുന്നവർക്കും വിഴിഞ്ഞം പോർട്ട് വരാൻ വേണ്ടി കഷ്ടപ്പെട്ടവർക്കും മനസ്സിന് വളരെ അധികം സന്തോഷം തരുന്ന ഓണ സമ്മാനം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഈ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് അടുക്കുന്നത്. വളരെ സാവധാനം പോർട്ടിലേക്ക് നീങ്ങുന്ന ഒരു പടുകൂറ്റൻ ഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് ഷിപ്പിനെ കാണാൻ സാധിക്കും. MSC ക്ലൗഡ് ജെറാഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്നതിനായി ഇതാ പോർട്ടിലേക്ക് കുതിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിലേക്ക് വളരെ സാവധാനം നീങ്ങുന്ന കപ്പലിനെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നീങ്ങുന്ന MSC ക്ലൗഡ് ജെറാഡ് എന്ന് പറയുന്ന കപ്പലാണ് നമുക്ക് മുന്നിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഒന്നായ അല്ലെങ്കിൽ 2ഓ 3ഓ സ്ഥാനമുള്ള കപ്പലാണ്. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. ആ ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. നുരഞ്ഞു പതയുന്ന കടലിനെ സാക്ഷി നിർത്തി ഇതാ MSC ക്ലൗഡ് ജെറാഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്നു. MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും നമുക്ക് ക്ലൗഡ് ജെറാഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2023 നിർമ്മിച്ച ഷിപ്പാണ്. 11/9/2023 ബിൽഡ് ചെയ്ത ഷിപ്പാണ് നമ്മുടെ ക്ലൗഡ് ജെറാഡ്. വളരെ സാവധാനമാണ് പോർട്ടിലേക്ക് അടുക്കുന്നത്. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ MSC ഡയലയായിരുന്നു ഏറ്റവും കൂടുതൽ പോർട്ടിൽ ആ സമയത്ത് വന്നതിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് പറയുന്ന സമയത്താണ് 365 മീറ്റർ ഈ പറയുന്ന MSC ഡയല. അതിനുശേഷം വന്ന MSC ഓറിയോൺ 366 മീറ്റർ, MSC കെയ്ലിയും 366 മീറ്റർ ആണെങ്കിൽ അതിനെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് 399 മീറ്റർ നീളവും ഏതാണ്ട് ഇതാ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ പറയുന്ന സ്ക്രീനിന്റെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ MSC ക്ലൗഡ് ജെറാഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കുതിക്കുന്ന കാഴ്ച. നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്ക് MSCയുടെ ക്ലൗഡ് ജെറാഡ് ഇപ്പോൾ തന്നെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഷിപ്പിന്റെ ഡെക്ക് മൊത്തം ഫുള്ളായിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതോ. വളരെ വ്യക്തമായി ഡെക്കിനെ കാണാൻ സാധിക്കും. ഡെക്കെല്ലാം കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 2023 നിർമ്മിച്ച ഷിപ്പാണ് MSC ക്ലൗഡ് ജെറാഡ്. ഈ വശത്ത് നമുക്ക് ടഗ് ബോട്ടിനെ കാണാൻ സാധിക്കില്ല. എല്ലാ ടഗ് ബോട്ടുകളും ഷിപ്പിന്റെ മറുവശത്താണുള്ളത്. ഷിപ്പ് വളരെ സാവധാനം പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ MSC ക്ലൗഡ് ജെറാഡ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ എത്തുന്നതായിരിക്കും. അതായത് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ട് MSC ക്ലൗഡ് ജെറാഡ് വളരെ സാവധാനം വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനസ്സിനധികം സന്തോഷം നൽകുന്ന കാഴ്ച. ഇതാ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫ്രെയിം ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന, സൂം ഒന്നും ചെയ്യണ്ട, ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. നമ്മൾ ഈ ഷിപ്പിന്റെ ഈ പോർഷനിലാണ് നമ്മൾ ഫുൾ കൺട്രോൾ വരുന്നത്. ക്യാപ്റ്റൻ ഉൾപ്പെടെ പൈലറ്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഈ ഭാഗത്താണുള്ളത്. പോർട്ടിന്റെ കണക്ടിവിറ്റി എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനും ഷിപ്പ് ഇപ്പോൾ എൻഡ് പോർഷൻ കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 399 മീറ്റർ നീളമുള്ള MSC ക്ലൗഡ് ജെറാഡ് നമ്മുടെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ്ട് 61.5 മീറ്റർ നീളമുള്ള ഷിപ്പ് വളരെ സാവധാനം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പൊസിഷനിൽ ഇപ്പോൾ MSC ക്ലൗഡ് ജെറാഡ് എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ കടക്കുന്നതായിരിക്കും. കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലും LOയുടെ കാര്യത്തിലും ബീമിന്റെ കാര്യത്തിലും നിലവിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 3-ാമതും 4-ാമതും നിൽക്കുന്ന ഷിപ്പാണ്
MSC ക്ലൗഡ് ജെറാഡറ്റ്. ഇപ്പോൾ ഇതാ നമ്മൾ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പൊസിഷൻ കടന്നിരിക്കുന്നു ഷിപ്പ്. ഇതാ നമ്മുടെ പോർട്ടിനകത്തോട്ട് ഷിപ്പ് പ്രവേശിച്ചിരിക്കുന്നു. ആ ഒരു മനോഹരമായ കാഴ്ച. സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഒരു പോർട്ടിനകത്തും പ്രവേശിച്ചില്ലാത്ത MSC ക്ലൗഡ് ജെറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ MSCയുടെ ഓണ സമ്മാനം എന്ന് തന്നെ പറയാം. ആ ഷിപ്പ് ഇപ്പൊ നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 399 മീറ്റർ നീളവും 61.5 മീറ്റർ ബീമും 18 മീറ്റർ ഡെപ്തും. ഇപ്പോൾ നിലവിൽ 16.5 മീറ്റർ ആണ് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് വരുന്നത്. ഏതാണ്ട് 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ജെറാഡറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്ന കാഴ്ച. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടുള്ള ഓഷ്യൻ പ്രസ്റ്റീജ് ടഗ് ബോട്ടും ഡോൾഫിൻ 35 നമുക്ക് കാണാൻ സാധിക്കും. ഇതാ പോർട്ടിനകത്തോട്ട് ഷിപ്പ് കയറിയിരിക്കുന്നു. ഇനി നമുക്ക് പോർട്ടിന്റെ ആ ഭാഗത്തു നിന്നാണ് ഷിപ്പ് തിരിഞ്ഞ് ബെർത്തിങ്ങിലേക്ക് പോകുന്നത്. ഇതാ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ കപ്പൽ MSC ക്ലൗഡ് ജെറാഡറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി STS ക്രെയിന്റെ ഭൂമെല്ലാം ഉയർത്തി നിൽക്കുന്ന കാഴ്ച. വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ ഭാഗത്തു നിന്നാണ് ഷിപ്പ് തിരിയുന്നത്. ആ വിഷ്വൽ ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഷിപ്പ് പൂർണ്ണമായിട്ട് നിന്ന് തിരിഞ്ഞ് പോർട്ടിലേക്ക് കയറുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു വ്യൂവിന് വിടാം. അടുത്ത വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വ്യൂവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളൊന്നായ ക്ലൗഡ് ജെറാഡറ്റ് MSCയുടെ തന്നെ ക്ലൗഡ് ജെറാഡറ്റ് ഏതാണ്ട് 399 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയും ഏതാണ്ട് 16.5 മീറ്റർ നിലവിലെ ഡ്രാഫ്റ്റും 18 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റുമുള്ള ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെ ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ കഴിവുള്ള കപ്പൽ ഇപ്പോൾ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ കപ്പലിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാർ അദ്ദേഹമാണ്. ഇനി ബെർത്തിങ്ങിലേക്ക് പോവുകയാണ്. കപ്പൽ പൂർണ്ണമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ തിരിഞ്ഞ് കപ്പൽ ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഇതുവരെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ ഏറ്റവും വലിയ ഷിപ്പ് മാത്രമല്ല, സൗത്ത് ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ്. അതായത് സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഇത്രയും വലിയൊരു കപ്പൽ കയറിയിട്ടില്ല. ആ ഒരു കപ്പലാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുന്നത്. കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കപ്പലിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് 16.5 മീറ്റർ ആണ്. ഏതാണ്ട് 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയും 2,026 TEU റീഫർ കണ്ടെയ്നർ വഹിക്കാൻ കഴിവുള്ള ലോകത്തിലെ എണ്ണപ്പെട്ട കപ്പലുകളിലൊന്നാണ് MSC ക്ലൗഡ് ജെറാഡറ്റ്. നമ്മുടെ മുന്നിലുള്ള കപ്പൽ ഇപ്പോൾ 4 ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് കപ്പലിനെ പോർട്ടിന് പുറത്തു നിന്നും അകത്തേക്ക് പ്രവേശിച്ചത്. ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35 ആൻഡ് ഓഷ്യൻ പ്രസ്റ്റീജ് ഈ 4 ടഗ് ബോട്ടുകളുടെയും കപ്പലിന്റെ മറുവശത്തായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഓഷ്യൻ പ്രസ്റ്റീജിനെയും ഡോൾഫിൻ 35നെയാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. വളരെ കുറച്ച്. ഇനി ഇത്രയും വലിയൊരു കപ്പലിനെ എങ്ങനെയാണ് ബെർത്ത് ചെയ്യുക? അതായത് നമുക്ക് തൊട്ട് മുന്നിൽ വന്ന MSC കൈലി ആവട്ടെ 366 മീറ്റർ നീളമാണെങ്കിൽ ഇത് 399 മീറ്റർ നീളമാണ്. അപ്പോൾ ഇത്രയും നീളമുള്ള ഷിപ്പ് ഡ്രാഫ്റ്റ് സെയിം തന്നെയാണ്. MSC കൈലിയുടെയും 16.5 തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും നീളമുള്ള ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ബെർത്തും ഈ ബ്രേക്ക് വാട്ടറിന്റെ പോർഷൻ തമ്മിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളമാണ് വീതിയുള്ളത്. വളരെ വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടുന്ന് തിരിഞ്ഞു വരാൻ ഇതുപോലുള്ള 2 ഷിപ്പുകൾക്ക് നമ്മുടെ ബെർത്തിന്റെയും ബ്രേക്ക് വാട്ടറിന്റെ ഇടയിൽ നിന്ന് വളരെ അനായാസന തിരിഞ്ഞ് ബെർത്തിങ്ങിലേക്ക് സാധിക്കും. അതിനാൽ ഇപ്പോൾ ഹെവി റോപ്പ് ടൈ ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ഷിപ്പിനെ തിരിക്കുന്ന കാഴ്ചയാണ്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കപ്പൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞ് ഈ ബെർത്തിലേക്ക് അടുക്കുന്ന വിഷ്വൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും.
അത് മാത്രമല്ല നമ്മുടെ ഈ പോർട്ടിനകത്ത് യാർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നറുകൾ MSC കൈലിൽ നിന്ന് ഡിസ്ചാർജ് കണ്ടെയ്നറുകൾ ധാരാളമായുണ്ട്. തൊട്ട് മുന്നേ പോയ MSC സൂപ്പർ 7 ആവട്ടെ വളരെ കുറച്ച് കണ്ടെയ്നർ, എണ്ണം എനിക്ക് കറക്റ്റ് ആയിട്ടില്ല, എന്നാലും വളരെ കുറച്ച് കണ്ടെയ്നറാണ് കൊണ്ടുപോയിട്ടുള്ളത്. MSC സൂപ്പർ 7 ആവട്ടെ പോർട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ ഏതാണ്ട് 18.2 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നെങ്കിൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ 13 മീറ്റർ ഡ്രാഫ്റ്റാണ്. ഏതാണ്ട് 4.8 മീറ്റർ ഡ്രാഫ്റ്റ് MSC സൂപ്പർ 7 കൂടിയിട്ടുണ്ട്. കാരണം ഡെക്ക് ഫുള്ള് വേക്കൻ്റ് ആയിട്ടാണ് MSC സൂപ്പർ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ വരുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ MSCയുടെ വലിയ കപ്പലായ MSC ക്ലോഡ് ജിറാഡഡ് നമ്മുടെ മുന്നിൽ തിരിയുന്ന കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിലും വ്യത്യസ്തമായ ഒരു ബെർത്തിങ് ആണ് നമ്മൾ ഈ കാണുന്നത്. 399 മീറ്റർ നീളമുള്ള MSCയുടെ ക്ലൗഡ് ജിറാഡഡ് വളരെ സാവധാനം ബെർത്തിന്റെ ഭാഗത്തേക്ക് ടഗ് ബോട്ടുകൾ പുഷ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വന്ന പൊസിഷനിൽ തന്നെയാണ് ഷിപ്പിനെ ബെർത്തിന്റെ സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. ഈ ഷിപ്പ് വന്നപ്പോൾ തന്നെ ഈ ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലൂടെ തന്നെ, അതായത് ഈ ബ്രേക്ക് വാട്ടറിന്റെ ബെർത്തിന്റെ പോർഷനിലേക്ക് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് കാഴ്ചക്കാരായ നമ്മൾ തന്നെ തോന്നും ഈ ഷിപ്പ് എങ്ങനെയാണ് തിരിയുന്നത് എന്ന് തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഷിപ്പിനെ ഇപ്പോൾ ബെർത്തിന്റെ ഭാഗത്തേക്ക് പുഷ് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് ബെർത്തിങ് നടത്തുന്നത്. അത് മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ ആദ്യമായാണ് ഇത്രയും വേഗത്തിൽ ഇത്രയും വലിയൊരു ഷിപ്പിനെ ബെർത്തിങ്ങിലേക്ക് സാധിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും പറയുന്ന പോലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിനോട് ടോപ്പ് 5 ആഴക്കടൽ പോർട്ട് എന്ന് വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റിൽ വരേണ്ട പോർട്ട് തന്നെയാണ്. അതിനാൽ ഏത് രീതിയിലും നമുക്ക് ഒരു വലിയ ഷിപ്പിനെ ബെർത്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബെർത്ത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കപ്പലാണ് നമ്മുടെ MSCയുടെ ക്ലൗഡ് ജിറാഡഡ് നമ്മുടെ മുന്നിലുള്ള കപ്പൽ. ഈ കപ്പൽ വളരെ അനായാസന ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രം വേറൊരു ലെവലിലേക്ക് മാറും. കാരണം സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഈ കപ്പൽ വേറെ ഒരു പോർട്ടിലും ബെർത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രം എന്നത് വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓണസമ്മാനം, കേരളത്തിലേക്ക് തന്ന ഓണസമ്മാനം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്ന ഓണസമ്മാനമാണ് നമ്മുടെ മുന്നിലുള്ള MSC ക്ലൗഡ് ജിറാഡഡ്. ഇപ്പോൾ 5 ടഗ് ബോട്ടുകളുടെ പുഷ് കൊണ്ട് നമ്മുടെ ബെർത്തിലേക്ക് ചേർന്നു. അതായത് ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35 ആൻഡ് ഓഷ്യൻ പ്രസ്റ്റീജ്. നമ്മൾ ഈ കാണുന്ന കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന 9ാമത്തെ കപ്പലാണ്. ആദ്യമായി വന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ. അതിനുശേഷം മരിയൻ അസൂർ, അതിനുശേഷം നാവിയസ് ടെമ്പോ. 4ാമതൊന്ന് കപ്പലാവട്ടെ MSC ഡയല. 5ാമതൊന്ന് ഷിപ്പാവട്ടെ MSC അഡൂഫൈ. 6ാമതൊന്ന് ഷിപ്പാവട്ടെ MSC ഓറിയോൺ. 7ാമതൊന്ന് ഷിപ്പാവട്ടെ MSC കൈലി. 8ാമത് വന്ന ഷിപ്പാവട്ടെ ഇന്ന് ഇവിടെ നിന്നും പോർട്ടിന് പുറത്തേക്ക് പോയ MSC സൂപ്പർ 7. 9ാമതൊന്ന് കപ്പലാവട്ടെ MSC നമ്മളെ മുന്നിലുള്ള ക്ലൗഡ് ജിറാഡഡ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. കപ്പൽ വളരെ സാവധാനം പോർട്ടിനോട് ചേരുന്നു. നമുക്ക് ടഗ് ബോട്ടുകളെയും കാണാൻ സാധിക്കും. വളരെ സാവധാനമാണ് കപ്പൽ വന്ന അതേ പൊസിഷനിൽ ബെർത്ത് ഭാഗത്തോട് ചേർന്ന് വന്ന് ഇപ്പോൾ ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാനെല്ലാം കരുതിയത് നമ്മുടെ MSCയുടെ തന്നെ കൈലി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് തിരിഞ്ഞു വന്നതുപോലെ ഇതും ഇങ്ങനെ തന്നെ തിരിയുമെന്ന് കരുതി. പക്ഷേ അങ്ങനെയല്ല. പല രീതിയിലൂടെയും വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യാൻ സാധിക്കും എന്ന് വിഴിഞ്ഞം പോർട്ട് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇതാ വന്ന പൊസിഷനിൽ തന്നെ ബെർത്തിങ്ങിലേക്ക് പോകുന്നു നമ്മുടെ MSC ക്ലൗഡ് ജിറാഡഡ്. കാരണം നമ്മൾ ഈ കപ്പൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് ആവട്ടെ 16.5 മീറ്ററാണ്. പല ഭാഗത്തും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് നാച്ചുറലായിട്ട് തന്നെ, അതായത് ട്രഡ്ജ് ചെയ്യാതെ തന്നെ 18 മീറ്ററോളം ആഴമുണ്ട്. അതുമാത്രമല്ല പല ഭാഗത്തും ട്രഡ്ജ് ചെയ്ത് 20 മുതൽ 22 മീറ്റർ വരെ ആഴം വിഴിഞ്ഞം പോർട്ടിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അനായാസേന ഏതു വലിയ കപ്പലിനും ബെർത്ത് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മളെപ്പോഴും പറയുന്ന പോലെ വിഴിഞ്ഞം പോർട്ടിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് നമുക്ക് വളരെ ദൂരെ നിന്ന് വിഴിഞ്ഞം പോർട്ടിൽ നിന്നാൽ
ദൂരെ കൂടി പോകുന്ന കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ടെലസ്കോപ്പിക് ലെൻസ് കൂടെ ഉണ്ടെങ്കിൽ വളരെ അടുത്ത് നിന്ന് കപ്പലിൻ്റെ പേര് കൂടി വായിക്കാൻ പറ്റുന്ന ഈ വിധത്തിലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തുകൂടി പോകുന്ന നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്. വെറും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടല്ല, ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ധാരാളം ഷിപ്പുകൾ ഇനിയും എത്തും. ഇപ്പോൾ വന്നിരിക്കുന്ന ഷിപ്പാവട്ടെ ലോകത്തിലെ എണ്ണപ്പെട്ട ഷിപ്പുകളിൽ, അതായത് 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനമുള്ള ഷിപ്പാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ബീമിൻ്റെ കാര്യത്തിലായാലും നിലവിൽ കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലായാലും ലോകത്തിലെ അമ്പരപ്പിക്കുന്ന കപ്പലുകളിൽ വിരലെണ്ണാൻ പറ്റുന്ന കപ്പലുകളുടെ 3-4 സ്ഥാനമുള്ള കപ്പലാണ് നമ്മുടെ മുന്നിലുള്ള MSC ക്ലൗഡ് ജിറാഡറ്റ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കപ്പലിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാർ, അദ്ദേഹത്തിൻ്റെ ടീമാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ടഗ് ബോട്ടുകൾ, നിലവിൽ 3 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഈ 3 ടഗ് ബോട്ടുകളിലും ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. ഡോൾഫിൻ 35, ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28. ഈ 3 ടഗ് ബോട്ടുകൾ ഹെവി റോപ്പുമുണ്ട്. അതുമാത്രമല്ല ഓഷ്യൻ പ്രസ്റ്റീജും നമുക്കിത് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. കപ്പലിലെ ഈ 4 ടഗ് ബോട്ടുകളും പുഷ് ചെയ്തിട്ട് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കപ്പൽ ഈ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ടൈ ചെയ്ത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് നമ്മളെ ബെർത്ത് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അത് നമ്മൾ ഓർക്കണം, ഇതുവരെ ഏഷ്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ ഒരു പോർട്ടിലും ബെർത്ത് ചെയ്തിട്ടില്ലാത്ത വലിയൊരു കപ്പൽ തന്നെയാണ് MSC ക്ലൗഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യുന്ന മനോഹരമായ കാഴ്ച. നമ്മുടെ പോർട്ടാവട്ടെ കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വളരെ സന്തോഷമായ നിമിഷം തന്നെയാണിത്. ധാരാളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിൽ നിരത്തിയിട്ടുണ്ട്. MSC കൈലിയിൽ നിന്നും അൺലോഡ് ചെയ്ത കണ്ടെയ്നറിലാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് PO ബിൽഡിങ്ങും STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കപ്പലാവട്ടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബെർത്ത് പോർഷനും കപ്പലും തമ്മിൽ ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കപ്പൽ ഓട്ടോമാറ്റിക് മൂവ്, അതായത് നിലവിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ് ചെയ്യാതെ തന്നെ മൂവ് ചെയ്യുന്നു. കാരണം നമുക്ക് ഈ പുഷ് ചെയ്ത ടഗ് ബോട്ടുകളെ നമുക്ക് ഷിപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹെവി റോപ്പും ടൈ ചെയ്തിട്ടുണ്ട്. കപ്പൽ ഇപ്പോൾ വളരെ സാവധാനം നമ്മളെ ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ ഷിപ്പ് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ആദ്യമായി വന്ന ഷിപ്പ് എന്ന് ചോദിച്ചാൽ MSC ഡൈല. ഏതാണ്ട് 365.8 മീറ്റർ നീളവും 51.2 മീറ്റർ ബീമും 17 മീറ്റർ ഡ്രാഫ്റ്റുമായിട്ടുള്ള 14,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC ഡൈലയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വലിയൊരു ഷിപ്പായി വന്നത്. 14,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി, 365 മീറ്റർ നീളവും. അതിനുശേഷം MSC ഓറിയോൺ 366 മീറ്റർ നീളവും ഏതാണ്ട് 51 മീറ്റർ ബീമും ഏതാണ്ട് 16 മീറ്റർ ഡ്രാഫ്റ്റും 15,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുമുള്ള MSC ഓറിയോൺ കഴിഞ്ഞാൽ അടുത്ത് വന്നത് MSC കെയ്ലി. ഏതാണ്ട് 366 മീറ്റർ നീളവും 51 മീറ്റർ ബീമും 16.5 മീറ്റർ ഡ്രാഫ്റ്റും ഏതാണ്ട് 15,262 കണ്ടെയ്നർ കപ്പാസിറ്റിയുമുള്ള MSC കെയ്ലിയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ അടുത്ത വലിപ്പത്തിലുള്ള കപ്പലാണ് അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. 399 മീറ്റർ നീളമുള്ള MSCയുടെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളൊന്നായ MSC ക്ലൗഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് ബർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ചരിത്ര നിമിഷം, ചരിത്രത്തിൽ ഇടം നേടിയ നിമിഷം. ഷിപ്പ് വന്ന പോലെ അതേ പൊസിഷനിൽ തന്നെ ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ച. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 16.5 ആണ്. MSC കൈലിക്കും 16.5 തന്നെയായിരുന്നു. അതിനാൽ ഈ ഷിപ്പിനെ വളരെ അനായാസന ബർത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഷിപ്പിൻ്റെ നീളം 399 ആണ്. അതിനാൽ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, വളരെ വേഗത്തിൽ ബർത്ത് ചെയ്യുന്ന MSC ക്ലൗഡ് ജിറാഡറ്റ് ഒരു നോക്ക് കാണാൻ. ഇപ്പോൾ നമ്മൾ കാണുന്ന ടഗ് ബോട്ടുകൾ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടഗ് ബോട്ടുകളെല്ലാം അടുത്തും രണ്ടാമതായും ഷിപ്പിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഡോൾഫിൻ 35 തൊട്ടപ്പുറത്തുണ്ട്. ഡോൾഫിൻ 28ഉം
ഡോൾഫിൻ 27-ഉം ഓഷ്യൻ പ്രസ്റ്റീജുമാണ് ഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നത്. രണ്ട് ടഗ് ബോട്ടുകളും മാറി നിൽപ്പുണ്ട്. ബാക്കി 2 ടഗ് ബോട്ടും ഷിപ്പിനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ മുന്നിൽ ഇതാ നമുക്ക് കാണാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പ് വളരെ സാവധാനം ഇപ്പോൾ ബെർത്തിനോട് ചേർന്ന് വരുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. MSC ക്ലൗഡ് ജിറാഡറ്റ്, MSCയുടെ ബാഡ്ജിംഗ് ഉള്ള പടുകൂറ്റൻ കപ്പൽ. അത് മാത്രമല്ല, കപ്പൽ ബിൽഡ് ചെയ്താവട്ടെ 11/9/2023 ബിൽഡ് ചെയ്ത ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ്. ഷിപ്പ് വന്ന പോർട്ട് ആവട്ടെ നമ്മുടെ സിംഗപ്പൂരിലെ താങ്സെങ് പലാപ്പാസ് എന്ന പോർട്ടിൽ നിന്നാണ് അവസാനമായിട്ട് ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനുശേഷം നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നതിന് ശേഷം ഷിപ്പ് പോകുന്നതാവട്ടെ പോർട്ട് ഓഫ് സിൻസ്, പോർച്ചുഗലിലെ പോർട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിൽപ്പെട്ട പോർട്ടാണ് പോർട്ട് ഓഫ് സിൻസ്. ആ പോർട്ടിലേക്കാണ് നമ്മുടെ MSCയുടെ ക്ലൗഡ് ജിറാഡറ്റ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പോകുന്നത്. സൗത്ത് ഏഷ്യയിൽ ആദ്യമായി ഒരു പോർട്ടിൽ കയറുന്ന കപ്പൽ. ആ ഒരു ബഹുമതിയും ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് സ്വന്തം. അതുമാത്രമല്ല, ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് നമ്മൾ ഈ കാണുന്നതെല്ലാം ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടൊന്ന് ഷിപ്പാണ്. വെറും 2 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ട്രയൽ റൺ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ലോകത്തിലെ എണ്ണപ്പെട്ട ഷിപ്പുകളുടെ ഏറ്റവും വലിയ ഷിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻ വളരെ വലുത് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണുള്ളത്. വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിന്റെ അടുത്താണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. അതിനാൽ എല്ലാ ഷിപ്പുകൾക്കും വളരെ അനായാസന വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. മറ്റ് മദർ പോർട്ടുകളെ അപേക്ഷിച്ച്, അതായത് കൊളംബോ പോർട്ട്, ദുബായ് പോർട്ട്, ഇതിനെ അപേക്ഷിച്ച് തൊട്ടടുത്ത് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും. അതിനാൽ വളരെ എളുപ്പം ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ക്രെയിനുകൾ നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും. STS ക്രെയിനുകൾ. ഏതാണ്ട് നമ്മുടെ ഈ നിൽക്കുന്ന ഷിപ്പാവട്ടെ 61.5 മീറ്റർ ബീമുള്ള ഷിപ്പാണ്, അതായത് വീതിയുള്ള ഷിപ്പ് എന്നാണ് പറയുന്നത്. ആ ഷിപ്പിന് നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ ബൂമാവട്ടെ ഏതാണ്ട് 72 മീറ്ററോളമുണ്ട്. വളരെ അനായാസേന ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രെയിനുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിന് സെമി ഓട്ടോമാറ്റിക് ക്രെയിനും, നമ്മുടെ പോർട്ടിനകത്തുള്ള നമ്മൾ ഈ കാണുന്ന ക്രെയിനുകൾ, നമ്മുടെ ഈ പറയുന്ന കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. നമ്മൾ ഈ കാണുന്ന സെമി ഓട്ടോമാറ്റിക് ക്രെയിൻ ഉപയോഗിച്ച് നമ്മുടെ കപ്പലിൽ നിന്നും കണ്ടെയ്നർ നമ്മൾ ഈ കാണുന്ന ട്രെയിലർ ലോറിയിലേക്ക് ലോഡ് ചെയ്തതിനു ശേഷം ആ ട്രെയിലർ ലോറി നമ്മൾ ഈ കാണുന്ന നിലവിൽ യാർഡ് പോർഷനിലേക്ക് ചെന്ന് നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിനുകളാവട്ടെ അത് പിക്ക് ചെയ്ത് യാർഡ് പോർഷനിൽ വെക്കുന്നു. അങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് യാർഡ് ക്രെയിനുകളും സെമി ഓട്ടോമാറ്റിക് STS ക്രെയിനുമുള്ള നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഏറ്റവും അടുത്ത്, അതായത് ബെർത്തിനോട് ചേർന്ന് വന്നിരിക്കുന്ന MSCയുടെ ക്ലൗഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പലിനെ നമുക്ക് മുന്നിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾക്കും വളരെയധികം അഭിമാനത്തോടെ വീഡിയോ കാണാൻ പറ്റുന്നൊരു വീഡിയോ തന്നെയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ ചരിത്ര മുഹൂർത്തെ തിരുത്തിക്കുറിച്ച MSC ക്ലൗഡ് ജിറാഡറ്റ് എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ മുന്നിലുണ്ട്. ടഗ് ബോട്ടുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ പോർട്ടിനടുത്തോട്ട് അല്ലെങ്കിൽ ബെർത്തിനോട് ചേർന്നിരിക്കുന്നു. ഉടൻ തന്നെ കപ്പൽ മൂറിങ്ങിലോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഉടൻ തന്നെ ഷിപ്പ് മൂറിങ്ങിലേക്ക് പോകും. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂറിങ്ങിൻ്റെ റോപ്പ് ഇപ്പോൾ നിലവിൽ ബെർത്തിലോട് എത്തിയിരിക്കുന്നു. ആ റോപ്പ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇനി ഓരോ ഭാഗത്ത് റോപ്പും ഫ്രണ്ടും ബാക്കും സൈഡും ഇതെല്ലാം റോപ്പ് ടൈ ചെയ്ത് നിർത്തിയതിനു ശേഷമാണ് കപ്പലിൽ നിന്നും കണ്ടെയ്നർ അൺലോഡ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് പലരും മെസ്സേജിലേക്ക് ചോദിക്കുന്നു, നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ നിലവിലെ ടേൺ അറൗണ്ട് ടൈം എത്രയാണെന്നൊക്കെ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, ഇതൊരു ട്രയൽ റണ്ണാണ് നടക്കുന്നത്. ട്രയൽ റണ്ണിൽ നമുക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം അറിയില്ല. ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ അല്ലെങ്കിൽ ഏത് പോർട്ടിലായാലും കപ്പൽ വന്ന് തിരിച്ച് പോർട്ടിൻ്റെ പുറത്തേക്ക് പോകുന്ന
ആ സമയത്തെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ആ ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞു നിൽക്കുന്ന പോർട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ടുകൾ എന്നറിയപ്പെടുന്നത്. ആ ഒരു കാൽക്കുലേഷനിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരും. ഇപ്പോൾ ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ അങ്ങനെ പറയുണ്ടായി. ഇപ്പോൾ നിലവിൽ ബെർത്തിങ്ങിലേക്ക് പോകുന്ന നമ്മുടെ MSC ക്ലൗഡ് ജെറാൾഡിനെ കാണാൻ സാധിക്കും. ഉടൻ തന്നെ ഷിപ്പ് മൂറിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.